വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ മാപ്പിംഗ് ചെയ്യാത്തവരുടെ ഹിയറിംഗ് ഇആർഒമാർ തീരുമാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങളനുസരിച്ച് ഹിയറിംഗ് നടപടികൾ ആരംഭിക്കും. ജില്ലാ അസംബ്ലി ബൂത്ത് തലത്തിൽ BLOമാരെ നിയോഗിക്കാനും നിർദ്ദേശം നൽകണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ പിഴവുണ്ടായെന്നും പാർട്ടികൾ കമ്മീഷനെ അറിയിച്ചു. അതിനിടെ നോൺ മാപ്പിംഗ് വിഭാഗക്കാരുടെ പട്ടിക പ്രിന്റ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാനും യോഗത്തിൽ തീരുമാനമായി. അതിനിടെ SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ പേര് ചേർക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അജി കുഞ്ഞുമോൻ, ഇന്ന് നടന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ മുഖ്യമായും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത് നേരത്തെ നമ്മൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 2002 ലിസ്റ്റുമായി നോൺ മാപ്പിംഗ് ചെയ്യാത്ത ആളുകളുടെ പട്ടിക പുറത്തുവിടണം, ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പുറത്തുവിടണം എന്നാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഭാഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയോ വെബ്സൈറ്റിൽ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടില്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് BLAമാർക്ക് ഈ വിവരങ്ങൾ പ്രിന്റഡ് ആയി നൽകും എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഹിയറിംഗ് നടപടിക്രമങ്ങൾ അതത് പ്രദേശത്തെ ഇആർഒമാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ആരംഭിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പം BLOമാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് ഹാജരാവേണ്ട, നോൺ മാപ്പിംഗ് ചെയ്യേണ്ട ആളുകളുടെ വിവരങ്ങൾ നേരത്തെ തന്നെ കമ്മീഷൻ ബൂത്ത് വൈസിൽ BLOമാരുടെ ആപ്പ് അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു. ഇനി ഇവരെ ഹിയറിംഗിനുമായി ഹാജരാകാനുള്ള നോട്ടീസ് ഇആർഒമാർ BLOമാർക്ക് നൽകും. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഹിയറിംഗിനുമായി ബന്ധപ്പെട്ടുള്ള സമയം നീട്ടി നൽകണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഫെബ്രുവരി 14 വരെ ഈ ഹിയറിംഗ് നടപടികൾ സമയമുണ്ട്, 2 മാസത്തോളം സമയമുണ്ട്. സാധാരണഗതിയിൽ 1 മാസം കൊണ്ട് തന്നെ ഈ ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കാനുള്ള സംവിധാനം, മാൻ പവർ ഇവിടെ ഉള്ള പശ്ചാത്തലത്തിൽ ഇനി സമയം നീട്ടി നൽകേണ്ടതില്ല എന്നൊരു ആവശ്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക, ഈ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പൂർണ്ണ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പിഴവുകളും രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് യോഗത്തിൽ സൂചിപ്പിച്ചു. 24 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അതിൽ പല കാരണങ്ങളാണ്. ആ സംഭവത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉദാഹരണ സഹിതം ഈ രാഷ്ട്രീയ പാർട്ടികൾ CPMഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിമർശനമായി തന്നെ ഒരു ഉദാഹരണ സഹിതം ഉന്നയിച്ചു. ഇപ്പോൾ ഈ പുറത്തുപോയവർ വീണ്ടും വോട്ട് ചേർക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച എല്ലാവരും ഫോം 6 വഴി പുതിയ വോട്ടർമാരായി വരേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുകയും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ വീണ്ടും പുതുതായി വോട്ടർമാരായി തന്നെ വരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത്. അങ്ങനെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രൊവിഷൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഹിയറിംഗുമായി ബന്ധപ്പെട്ടും അതിന്റെ രേഖകൾ ഹാജരാക്കാനുമായി ബന്ധപ്പെട്ടൊക്കെ BLOമാർക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ആ കാര്യത്തിൽ കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ച യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജനന സ്ഥലവും ഹാജരാക്കുന്ന, അതായത് 1987 മുമ്പ് ജനിച്ചവർ സ്വന്തമായിട്ടുള്ള ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ, അത് ആധാർ ഒഴികെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള അതിന് സാധുവായ രേഖകൾ ഹാജരാക്കണം. അത് ഓരോ തരത്തിലും ഓരോ ആളുകൾക്കും പ്രത്യേകം നോട്ടീസിൽ എന്തെല്ലാം രേഖകൾ ഹാജരാക്കുമെന്ന് ERO തലത്തിൽ തന്നെ അറിയിക്കുമെന്നുള്ളൊരു കാര്യം കൂടി, രേഖകൾ ഹാജരാക്കാനുമായി ബന്ധപ്പെട്ടുള്ള
എന്നുള്ളൊരു കാര്യം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും ആളുകളുടെ ഒരു 19 ലക്ഷത്തോളം ആളുകൾ ഇത്തരത്തിൽ നോൺ മാപ്പിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടും. ഇത്രയും ആളുകളുടെ ഹിയറിംഗ് നടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ ശനിയാഴ്ചയും ഈ റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തും എന്നുള്ളൊരു ആവശ്യത്തിൽ കൂടി തന്നെയാണ് ഇന്ന് ചേർന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ശരി ഓഫീസർ